ഗുഡ് മോർണിംഗ്. നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് കേരളം തുടങ്ങുകയാണ്. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ അറസ്റ്റോടെ ഇനി ആര് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അതിനെ ചോദ്യം ചെയ്യലിനായി പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് SIT. ഒപ്പം ആശങ്കയുണ്ടാക്കി മറ്റൊരു വാർത്ത വരുന്നത് ബ്രസീലിൽ നടക്കുന്ന കാലാവസ്ഥാ ഉച്ചകോടിക്കിടെ വേദിയിൽ വൻ തീപിടുത്തം ഉണ്ടായി എന്നതാണ്. ഒപ്പം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രചാരണം ശക്തമായി മുന്നേറുന്നതിനിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയും ചെയ്യും. ഈ വാർത്തകളൊക്കെ നമുക്ക് വിശദമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ബ്രസീലിൽ നടക്കുന്ന കാലാവസ്ഥാ ഉച്ചകോടിക്കിടെ വേദിയിൽ വൻ തീപിടുത്തം. UN സെക്രട്ടറി ജനറൽ ഉൾപ്പെടെയുള്ള പ്രതിനിധികളെ ഒഴിപ്പിച്ചു. പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര സിംഗും സംഘവും സുരക്ഷിതർ. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം. തീ നിയന്ത്രണ വിധേയം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകും. സ്വർണം ചെമ്പാക്കിയത് പത്മകുമാറിന്റെ അറിവോടെ എന്ന റിമാൻഡ് റിപ്പോർട്ട്. സ്വർണ്ണക്കൊള്ളയിലൂടെ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും കണ്ടെത്തൽ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 3 മണി വരെ പത്രിക നൽകാം. ഇതുവരെ ലഭിച്ചത് 95,369 പത്രികകൾ. നാളെ സൂക്ഷ്മ പരിശോധന. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും നൽകിയ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ വോട്ടർ പട്ടിക പരിഷ്കരണം തൽക്കാലം മാറ്റിവെക്കണമെന്ന ആവശ്യം. നാളെ തുടങ്ങുന്ന G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണാഫ്രിക്കയിലേക്ക്. കാലാവസ്ഥാ ധനസഹായം, കടാശ്വാസം, സാമ്പത്തിക വളർച്ച, വ്യവസായവൽക്കരണം എന്നിവ ഉച്ചകോടിയുടെ പ്രധാന അജണ്ട. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കില്ല. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 2ാം ടെസ്റ്റ് നാളെ മുതൽ ഗുവാഹത്തിയിൽ. പരിക്കേറ്റ ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗില്ലിന് പകരം ഋഷഭ് പന്ത് ടീമിനെ നയിക്കും. സായി സുദർശൻ ടീമിൽ. പരമ്പര സമനിലയിലാക്കാമെന്ന പ്രതീക്ഷയോടെ ഇന്ത്യ. ബ്രസീലിലെ ബെലമിൽ നടക്കുന്ന UN കാലാവസ്ഥാ ഉച്ചകോടിക്കിടെ വേദിയിൽ വൻ തീപിടുത്തമുണ്ടായി. പുക ശ്വസിച്ച് 13 പേർക്ക് അസ്വസ്ഥതയുണ്ടായി. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. UN സെക്രട്ടറി ജനറൽ ഉൾപ്പെടെ ആയിരങ്ങളെയാണ് ഈ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര സിംഗും 20 ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരും അടക്കം വേദിയിൽ ഇരിക്കെയാണ് ഈ തീപിടുത്തമുണ്ടായത്. ഇവരൊക്കെ സുരക്ഷിതരാണ്. നമുക്ക് ആ റിപ്പോർട്ട് കാണാം. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇലക്ട്രിക്കൽ ഉപകരണത്തിൽ നിന്നാണ് തീ പടർന്നത് എന്നാണ് വിലയിരുത്തൽ. ബ്രസീലിലെ ബെലേമിൽ നടക്കുന്ന ഉച്ചകോടിയുടെ പ്രധാന വേദിയായ ബ്ലൂ സോൺ എന്നറിയപ്പെടുന്ന ഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. പ്രധാന പ്ലീനറി ഹാളുകളും രാജ്യങ്ങളുടെ പവലിയനുകളും മാധ്യമ കേന്ദ്രവും ഉന്നത വ്യക്തികളുടെ ഓഫീസുകളും പ്രവർത്തിക്കുന്നിടത്തായിരുന്നു ഇത്. തീ നിയന്ത്രണ വിധേയമാണ്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല എന്ന് ബ്രസീൽ ടൂറിസം മന്ത്രി സെൽസോ സാബിനോ അറിയിച്ചു. COP30യിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ ആതിഥേയത്വം വഹിക്കുന്നത്. കാലാവസ്ഥാ പ്രതിസന്ധി പരിഹരിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഒരു കരാറിലെത്താൻ പ്രതിനിധികൾ തയ്യാറെടുക്കുന്നതിനിടെയാണ് സംഭവം. ഇന്ന് ഉച്ചകോടി അവസാനിക്കാനിരിക്കെ അന്തിമ രൂപരേഖ തയ്യാറാക്കാനുള്ള നിർണായക ചർച്ചകൾ നടക്കേണ്ടിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഓരോരുത്തരായി അറസ്റ്റിലാവുകയാണ്. ഇന്നലെ അറസ്റ്റിലായി റിമാൻഡിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ SIT കസ്റ്റഡിയിൽ വാങ്ങും. തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകും. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത രേഖകളും ഉദ്യോഗസ്ഥരുടെ മൊഴികളും പത്മകുമാറിന് തിരിച്ചടിയായിട്ടുണ്ട്. റിമാൻഡ് റിപ്പോർട്ടിലും പത്മകുമാറിന്റെ ഇടപെടൽ SIT വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആതിര ചേരുന്നുണ്ട്. ആതിര, ഇനിയിപ്പോൾ ഇതിന് പിന്നിലാര്? ഈ പത്മകുമാറിന് ശേഷം ഇതിന് സഹായം ചെയ്തവരാരോ അല്ലെങ്കിൽ പത്മകുമാർ മാത്രമാണോ ഇതിൽ പ്രധാന ഗൂഢാലോചനയിൽ ഉണ്ടായിരുന്നത്? ഇതൊക്കെ പുറത്തു വരാനുണ്ട്. ചോദ്യം ചെയ്യലിലാണ് ഇതൊക്കെ പുറത്തു വരിക. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ? മായ, ഇന്നലെ
ഇന്നലെയാണ് ഈ കേസിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഏറ്റവും നിർണായകമായ അറസ്റ്റ് ഉണ്ടായത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള എ പത്മകുമാറിനെ ഇന്നലെ SIT അറസ്റ്റ് ചെയ്തു. മണിക്കൂറുകൾ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് SIT ഇന്നലെ എ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇതിനുശേഷം SIT ഏതായാലും പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷ നൽകുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യൽ ഇനിയും ഉണ്ടാകും. ആ ചോദ്യം ചെയ്യലിലായിരിക്കും ഈ ഉദ്യോഗസ്ഥരിൽ നിന്നും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ഒക്കെ തന്നെ അവരുടെ മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ചോദ്യം ചെയ്യലിന് ശേഷം എ പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ മൊഴികളിലൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എ പത്മകുമാറിന്റെ ഈ നിർണായകമായിട്ടുള്ള ഇടപെടലൊക്കെ തന്നെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ചെയ്ത ചോദ്യം ചെയ്യലിലും ഒക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വ്യക്തമായ അടിസ്ഥാനത്തിലാണ് ഇന്നലെ എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. ഏതായാലും ഇനി ഈ നിലവിൽ റിമാൻഡിലുള്ള എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം SIT കസ്റ്റഡിയിൽ വാങ്ങും. കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷമായിരിക്കും ഇനിയും വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്കൊക്കെ തന്നെ കടക്കുക. ചോദ്യം ചെയ്യലിന് ശേഷം ഒരുപക്ഷെ ഇനിയും ഒരു അറസ്റ്റുകളിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ എ പത്മകുമാറിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് അത്രത്തോളം നിർണായകമായിരുന്നു. കാരണം ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നില്ല, അവരിലേക്ക് അറസ്റ്റൊന്നും നീങ്ങുന്നില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു വാസുവിന്റെയും അതിനുശേഷം ഇപ്പോൾ എ പത്മകുമാറിന്റെയും അറസ്റ്റ് ഏതായാലും ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ പത്മകുമാറിനെ ഇനിയും വിശദമായൊരു ചോദ്യം ചെയ്യലിന് ശേഷം മറ്റ് അറസ്റ്റുകളിലേക്കും മറ്റ് നടപടികളിലേക്കൊക്കെ പ്രത്യേക അന്വേഷണ സംഘം നീങ്ങാനുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. തീർച്ചയായും പത്മകുമാറിന്റെ അറസ്റ്റോടെ CPM കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഇത് അറസ്റ്റല്ലേ, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയില്ലല്ലോ എന്നാണ് സംസ്ഥാന സെക്രട്ടറി ഇന്നലെയൊക്കെ പ്രതികരിച്ചത്. പക്ഷേ ഒരു പ്രധാന നേതാവ്, CPMന്റെ ഒരു പ്രധാന നേതാവ് അറസ്റ്റിലാവുമ്പോൾ തീർച്ചയായും രാഷ്ട്രീയമായി തന്നെ ഇതിന് മറുപടി പറയേണ്ടതായിട്ടുമുണ്ട്. അതിനെയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഡൽഹി ഭീകരാക്രമണത്തിലെ പാക് ബന്ധത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിലുള്ള ഭീകരരെ ചോദ്യം ചെയ്യുന്നതോടെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് NIAയുടെ പ്രതീക്ഷ. ലഷ്കർ ഇ തോബയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഡോക്ടർ ഷഹീൻ സെയ്ദ് ഉൾപ്പെടെയുള്ളവരാണ് 10 ദിവസത്തെ NIA കസ്റ്റഡിയിലുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്തൊക്കെയാണ് അന്വേഷണം സംബന്ധിച്ചുള്ള ഏറ്റവും ഒടുവിലായി വരുന്ന വിവരങ്ങൾ? കേസിൽ ഏറ്റവും നിർണായകമാകുന്നത് ഈ 4 പേരെ ചോദ്യം ചെയ്യുന്നതാണ്. ആദിൽ അഹമ്മദ് അതുപോലെ തന്നെ ഷഹീൻ സയ്യിദ് അടങ്ങുന്ന 4 പേരെ ചോദ്യം ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇതിൽ തന്നെ ഷഹീൻ സയ്യിദാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായക നീക്കങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഇതിനു മുൻപേ തന്നെ ഷഹീൻ സയ്യിദ് മറ്റു തരത്തിലുള്ള ലഷ്കർ ഇ തോയ്ബയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമായി, പ്രധാനപ്പെട്ട ആളുകളുമായി, ഭീകരരുമായും എല്ലാം തന്നെ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. അവരുമായി നേരിട്ട് ബന്ധമുള്ള ഏക വ്യക്തി ഷഹീൻ സയ്യിദാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത്. മാത്രമല്ല ഇതിപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സ്ഫോടനത്തെ മാത്രമല്ല, ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണ വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കാൺപൂർ കേന്ദ്രീകരിച്ച സ്ത്രീകളെ ഈ സംഘടനയുടെ സംവിധാനത്തിന്റെ ഭാഗമാക്കാനുള്ള ശ്രമം ഷഹീൻ സെയ്ദിന്റെ ഭാഗത്തു നിന്ന് നടന്നിരുന്നു. അത്തരത്തിൽ നിരവധി സ്ത്രീകളുമായി ഇത്തരത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയുള്ളത്. പക്ഷെ അവരാരൊക്കെയാണെന്ന് ഇതുവരെ അന്വേഷണ സംഘം അവിടേക്ക് എത്തിയിട്ടില്ല. അതേസമയം ഷഹീന് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവരെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് കാൺപൂർ മാത്രമല്ല, അതിനടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ സ്ത്രീകളെ ഈ സംഘടനയിലേക്ക് ആകർഷിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും ഇവർ നടത്തിയിരുന്നു. അത്തരത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് ആരൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം പൂർണ്ണമായും ഈ ഭീകരരുടെ കൈവശമുണ്ടായിരുന്ന പണം കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത കുറവുണ്ട്. മാത്രമല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ ഇവർ ആവിഷ്കരിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഈ സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട ചില ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, ഭീകര സംഘടനകൾ അവരുമായിട്ടൊക്കെ തന്നെ ഇതിൽ പഠിച്ചിരുന്ന നിരവധി ആളുകൾക്ക് ബന്ധമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അതിനു മുൻപ് ഈ സർവകലാശാലയിൽ മുൻപ് പഠിച്ചിരുന്നവരൊക്കെ തന്നെ ഈ ആക്രമണ പരമ്പരകൾക്ക് നേതൃത്വം നൽകിയ ചില നീക്കങ്ങളിലൊക്കെ തന്നെ പങ്കാളികളായിരുന്നു. അതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ രാജ്യ തലസ്ഥാനമോ തന്ത്രപ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചോ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഏതായാലും പാകിസ്ഥാന്റെ പങ്ക് കൂടി ഇക്കാര്യത്തിൽ പരിശോധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച്
പാക് അധീന കാശ്മീരിലെ ചില ആളുകൾ ഈ ആക്രമണത്തെ ന്യായീകരിച്ച് രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നത്. ഏതായാലും ലഷ്കർ ഇ തൊയ്ബ അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ അടക്കമുള്ള സംഘടനകളുമായോ അതുപോലെ തന്നെ ജെയ്ഷി മുഹമ്മദ് അടക്കമുള്ള സംഘടനകളുമായൊക്കെ തന്നെ ഇവർക്കുള്ള ബന്ധങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകൾ കണ്ടെത്തുകയാണ് പ്രധാനമായും അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇവരെ ചോദ്യം ചെയ്തതോടെ ഇതിന് പിന്നിലുള്ള ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ, ഇനിയും ആളുകൾ ഇതിന് പിന്നിൽ അവശേഷിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടതുമായ. ശരി പ്രശാന്ത്, മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ സുപ്രീം കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സംസ്ഥാന സർക്കാരൊക്കെ നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. മുസ്ലിം ലീഗൊക്കെ ഹർജി നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. എല്ലാവരും ആവശ്യപ്പെടുന്നത് ഈ SIR നടപടികൾ നിർത്തിവെക്കണമെന്നുള്ളതാണല്ലോ ഇവരുടെയൊക്കെ ആവശ്യം. ഏത് രീതിയിലായിരിക്കും കോടതിയിൽ നിന്ന് ഒരു നടപടി ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാവുക? മായ, ജസ്റ്റിസ് സൂര്യകാന്ത് അടങ്ങിയ 3-അംഗ ബെഞ്ചാണ് SIRമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഹർജി ചൂണ്ടിക്കാട്ടിയപ്പോൾ വളരെ വേഗത്തിൽ പരിഗണിക്കാമെന്നൊരു നിലപാട് ചീഫ് ജസ്റ്റിസ് എടുക്കുകയായിരുന്നു. മാത്രമല്ല ഇതിന് വേഗത്തിൽ പരിഗണിക്കണമെന്ന ആവശ്യം ഹർജിക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. കാരണം SIR നടപടികൾ ഇപ്പോൾ കേരളത്തിൽ പുരോഗമിക്കുകയാണ്. BLOമാർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നടപടികൾ താൽക്കാലികമായെങ്കിലും നിർത്തിവെക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവർ ആവശ്യപ്പെടുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലത്തേക്ക് നിർത്തിവെക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. മറ്റ് കക്ഷികൾ, രാഷ്ട്രീയ പാർട്ടികൾ SIR പൂർണ്ണമായും ഒഴിവാക്കണമെന്നൊരു ആവശ്യം, അത്തരം നടപടിയിലേക്ക് പോകരുത് എന്നൊരു ആവശ്യമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. CPI അടക്കം അതേ നിലപാട്, SIR വേണ്ട എന്നൊരു നിലപാടാണ് CPI അടക്കം മുന്നോട്ട് വെക്കുന്നത്. മറുവശത്ത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. ഇതൊരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഭാഗത്തുണ്ടാകുന്ന നടപടിയാണ്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ ഭരണഘടനാ സംവിധാനം അനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ആ ഒരു ഘട്ടത്തിൽ അത്തരത്തിൽ ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താൽക്കാലികമായി നിർത്തിവെക്കണം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, അതിനുശേഷം തുടർ നടപടികൾ ആലോചിക്കാം. BLOമാർ ഉദ്യോഗസ്ഥരടക്കമുള്ള മറ്റു വിഭാഗങ്ങൾക്കെല്ലാം തന്നെ വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ട ഉണ്ട്. മാത്രമല്ല ഇതിന്റെ പ്രധാനമായും കാര്യങ്ങൾ വിശദീകരിച്ച് നൽകേണ്ട ആളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഹിയറിങ്ങിനോ മറ്റ് ആക്ഷേപങ്ങളൊക്കെ തന്നെ ഉന്നയിക്കേണ്ട ആളുകൾ തിരഞ്ഞെടുപ്പ് ചുമതലകളിലാണ്. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ 26-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഹർജികൾ നിലവിൽ സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ ഇത് ഒന്നിച്ചു പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല വിശദമായി വാദം കേൾക്കേണ്ട സാഹചര്യങ്ങളാണെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ ഇന്ന് ഈ ഹർജി പരിഗണിക്കുമ്പോൾ കേന്ദ്രത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ തന്നെ മറുപടി നൽകാനുള്ള സമയം അനുവദിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ ഇന്നത്തെ നടപടികൾ അവസാനിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അക്കാര്യത്തിൽ തന്നെയായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതുമായ. തീർച്ചയായും SIRൽ നിന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏത് രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ അറിയാൻ കഴിയും. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണാഫ്രിക്കയിലേക്ക്. G20 രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് നാളെ ജോഹന്നാസ്ബർഗിൽ തുടക്കമാകും. ഈ വേദിയിൽ മോദി ബ്രസീൽ, ദക്ഷിണാഫ്രിക്കൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. കാലാവസ്ഥാ ധനസഹായം, കടാശ്വാസം, സാമ്പത്തിക വളർച്ച, വ്യവസായവൽക്കരണം തുടങ്ങിയ വിഷയങ്ങളാണ് ഉച്ചകോടിയുടെ പ്രധാന അജണ്ട. ഈജിപ്തിൽ നടന്ന പശ്ചിമേഷ്യ സമാധാന ഉച്ചകോടിയിലും ASEAN ഉച്ചകോടിയിലും നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നില്ല. ദക്ഷിണാഫ്രിക്കയിലെ G20 ഉച്ചകോടിയിൽ ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കില്ല. അത് അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസ് ബഹിഷ്കരണാഹ്വാനമുള്ളതാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം. ന്യൂയോർക്ക് സിറ്റി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട സൊഹ്റാൻ മംദാനി ഇന്ന് വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ന്യൂയോർക്കിന്റെ ആവശ്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് മംദാനി അറിയിച്ചിട്ടുണ്ട്. കൂടിക്കാഴ്ച സ്വാഭാവികമെന്നാണ് വിശദീകരണം. ന്യൂയോർക്കിന്റെ പുതിയ കമ്മ്യൂണിസ്റ്റ് മേയർ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം ചർച്ച എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിട്ടുണ്ട്. മേയർ തെരഞ്ഞെടുപ്പിൽ മംദാനിക്കെതിരെ കടുത്ത ആരോപണങ്ങളാണ് ട്രംപ് ഉയർത്തിയത്. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ മംദാനി ന്യൂയോർക്ക് സിറ്റിയെ കമ്മ്യൂണിസ്റ്റ് ക്യൂബയാക്കി മാറ്റുമെന്നും മംദാനി തീവ്രവാദിയാണെന്നുമായിരുന്നു ട്രംപിന്റെ ആക്ഷേപം. KGMCTയുടെ പ്രതിഷേധം അതങ്ങ് തുടരുകയാണ്. അത് 5ാമത്തെ ആഴ്ചയിലേക്ക് നീളുകയാണ്. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും OP, തിയറി ക്ലാസുകൾ എന്നിവ ബഹിഷ്കരിക്കുമെന്നും ചട്ടപ്പടി സമരം തുടരുമെന്നും സംഘടന അറിയിച്ചിട്ടുണ്ട്. ഔദ്യോഗിക കത്തിടപാടുകൾക്ക് മറുപടി നൽകില്ല. കൂടാതെ മറ്റ് സ്ഥിതിവിവര കണക്കുകളും കൈമാറില്ല. എല്ലാ മെഡിക്കൽ കോളേജുകളിലും രാവിലെ 10:30 പ്രതിഷേധ യോഗം ചേരുമെന്നും KGMCT അറിയിച്ചിട്ടുണ്ട്. ആവശ്യങ്ങൾ അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം സമരപരിപാടികൾ ശക്തമാക്കുവാൻ സംഘടന നിർബന്ധിതമാകുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
ഈ ശബരിമലയിൽ നിന്നുള്ള വിശേഷങ്ങളിലേക്കാണ്. ഈ ശബരിമലയിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അയ്യപ്പ ഭക്തരുടെ ആ ദർശന ക്യൂവിനൊക്കെ ഒരു അവസാനമാവുകയാണ്. ഇന്നലെ മുതൽ നിയന്ത്രണങ്ങൾ വന്നതോടെയാണ് ഇതൊക്കെ സാധ്യമായത്. നടപ്പന്തലിൽ മാത്രമാണ് ഭക്തർക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നത്. നിലയ്ക്കലിലും പമ്പയിലും സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. ഇന്നലെ രാത്രി 8 മണിവരെ 74,276 ഭക്തരാണ് ദർശനം നടത്തിയത്. രജിത്തുണ്ട് വിവരങ്ങളുമായി. രജിത്ത്, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടതാണ് ഈ ഭക്തരുടെ അഭൂതപൂർവമായ ഒരു തിരക്കും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളൊക്കെ. പക്ഷേ അതൊക്കെ കുറഞ്ഞ് സാധാരണ രീതിയിൽ ഭക്തർക്ക് ദർശനം നടത്തി പോകാമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ള ഒരു കാഴ്ച. എന്തൊക്കെയാണ് ശബരിമലയിൽ നിന്നുള്ള വിശേഷങ്ങൾ? മായ, ഇന്നലെയും ഇന്നുമായി ശബരിമലയിൽ ഭക്തരുടെ സുഖദർശനത്തിൻ്റെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൃത്യമായി തന്നെ ആളുകൾക്ക് ശബരിമലയിലെത്തി വളരെ സുഗമമായി ദർശനം നടത്തി പോകാനുള്ള സൗകര്യങ്ങൾ ഇന്നലെ ഇന്നത്തോടും കൂടി സംജാതമായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർ ക്യൂ നിൽക്കുക എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ പമ്പയിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ നടപ്പന്തലിൽ മാത്രമാണ് നിലവിൽ ഒരു ക്യൂ ഉള്ളത്. ആ നടപ്പന്തലിൽ ക്യൂ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് നേരെ 18-ാം പടിക്ക് താഴെ എത്തി സുഗമമായി ഈ ഫ്ലൈ ഓവർ വഴി ദർശനം നടത്താൻ കഴിയും. രാവിലെ നേരിയ തോതിൽ അയ്യപ്പ ഭക്തരുടെ ചെറിയൊരു തിരക്കുണ്ടായിരുന്നുവെങ്കിലും അവയൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു. സുഗമമായി തന്നെ ഓരോരുത്തരും ഇവിടേക്ക് എത്തി ദർശനം നടത്തി മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ, ആദ്യ 2 ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. വലിയൊരു തിരക്ക് തന്നെ അത് ഉണ്ടാവുകയും ചെയ്തു. സ്പോട്ട് ബുക്കിംഗ് വളരെ കൂടുതലായി ബുക്കിംഗ് എടുത്തത് മൂലമാണ് ആ ഒരു തിരക്ക് ഉണ്ടായത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. ഏകദേശം ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ആകെ 75,000 പേർക്ക് ഒരു ദിവസം ദർശനം നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കാൻ ദേവസ്വം ബോർഡിനോട് പറയുകയായിരുന്നു. അതേ തുടർന്ന് ഇപ്പോൾ 5,000-ആയി സ്പോട്ട് ബുക്കിംഗ് കുറയ്ക്കുകയും ചെയ്തു. ഇത് കൃത്യമായി എഫക്റ്റ് ചെയ്യുന്നു എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സുഗമമായി കയറി ദർശനം നടത്തുക എന്ന ഒരു സൗകര്യം ഒരുക്കുക എന്നത് മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ ലക്ഷ്യമെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ആശങ്കകൾക്കിട നൽകാത്ത രീതിയിലുള്ള ഒരു ദർശന സാഹചര്യമാണ് ഇപ്പോൾ സന്നിധാനത്തുള്ളത്. പമ്പയിലും അതേ രീതിയിൽ തന്നെ പമ്പയിലും നിലയ്ക്കലും നേരത്തെ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവയൊന്നും ഇപ്പോൾ ഇല്ല എന്നത് തന്നെയാണ്. കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പമ്പയും നിലയ്ക്കലും മാറുന്നില്ല. അവിടെ നിന്നും സുഗമമായ ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. 18-ാം പടിക്ക് താഴെ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ഇങ്ങോട്ടേക്ക് കയറി വരുന്നില്ല. നേരത്തെ നമുക്കറിയാം തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ കൂടുതൽ അയ്യപ്പ ഭക്തരെ പടിവഴി കയറ്റി വിടേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ 65 മുതൽ 70 പേർ വരെയാണ് മിനിറ്റിൽ 18-ാം പടി കയറുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സുഗമമായ ദർശനം എല്ലാവർക്കും സാധ്യമാകുന്നുണ്ട്. ഇനി ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് എന്ത് നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കും. തിങ്കളാഴ്ച വരെയാണ് 5,000 പേർക്ക് വെർച്വൽ സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യം ഒരുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡിൻ്റെ കൂടി അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം ഹൈക്കോടതി ഒരു പക്ഷേ കൂടുതൽ അയ്യപ്പ ഭക്തർക്ക് സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യം ഒരുക്കുക എന്ന് ഇനി കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും തിങ്കളാഴ്ച വരെ കോടതി ഇടപെട്ട 5,000 പേർ സ്പോട്ട് ബുക്കിംഗ് മാത്രമാക്കി കുറച്ചതോടുകൂടി ശബരിമലയിൽ വലിയ തിരക്കില്ലാതെ സുഗമമായൊരു ദർശനം എല്ലാവർക്കും സാധ്യമാകുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. ശരി, എന്തായാലും വളരെ സുഗമമായ രീതിയിൽ ദർശനം നടത്താൻ അയ്യപ്പ ഭക്തർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആശ്വാസമുള്ളത്. ഇനി അയ്യപ്പ സന്നിധാനത്ത് നിന്നുള്ളൊരു മനോഹരമായ ഒരു കാഴ്ചയുടെ ഒരു റിപ്പോർട്ടാണ്. ശബരീശ സന്നിധിയിൽ ഇരട്ട സഹോദരങ്ങളായ മാധവനും ധ്രുവിനും ചോറൂണ്. അച്ഛനും അമ്മൂമ്മയ്ക്കും ഒപ്പം എത്തി ചോറുമുണ്ട് അയ്യപ്പനെയും കണ്ടാണ് ഇരുവരും പമ്പയിൽ കാത്തുനിന്ന അമ്മയ്ക്ക് സമീപത്തേക്ക് തിരികെ എത്തിയത്. തിരുവനന്തപുരം നേമം സ്വദേശി ഗോകുലിൻ്റെയും അഞ്ജുവിൻ്റെയും മക്കളായ മാധവും ധ്രുവുമാണ് അന്നദാന പ്രഭുവിൻ്റെ തിരുമുറ്റത്ത് ആദ്യമായി അന്നം നുണഞ്ഞത്. ഇലയിൽ വിളമ്പിയ ഉപ്പിൻ്റെയും ചോറിൻ്റെയും പായസത്തിൻ്റെയും രുചി അച്ഛൻ ഗോകുൽ മാധവിൻ്റെയും അമ്മൂമ്മ അനിത ധ്രുവിൻ്റെയും നാവിലേക്ക് പകർന്നു നൽകി.
മുത്തച്ഛന്റെ നേർച്ചയായാണ് ഇരുവർക്കും അയ്യന്റെ മുന്നിൽ ചോറൂണ് നടത്തിയത്. ഇവർ ട്വിൻസ് ആണെന്ന് അറിഞ്ഞപ്പോൾ അവരച്ഛനും അമ്മയും നേർന്നതാണ്. ഇപ്പം 6 മാസമാകുമ്പോൾ ചോറൂണ് ഇവിടെ കൊടുത്തിട്ട് വീട്ടിൽ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പം തന്നെ കൊണ്ടുവന്നു. വൈകിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ടുവന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ പോലീസുകാർ സഹായിച്ചു, കയറി വരാൻ പറഞ്ഞു. ചോറൂണിന് ശേഷം തിരുനടയിലെത്തി അയ്യപ്പനെയും കണ്ടാണ് ഇരുവരും പമ്പയിൽ കാത്തിരുന്ന അമ്മയുടെ സമീപത്തേക്ക് മടങ്ങിയത്. മാധവനും ധ്രുവിനുമൊപ്പം മറ്റ് 4 കുരുന്നുകളും അയ്യപ്പന്റെ മുന്നിൽ ചോറുണ്ടു. ക്യാമറമാൻ മനോജിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം. തൃശൂരിൽ രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരൻ സുനിലിനും ഡ്രൈവർ അജീഷിനും വെട്ടേറ്റു. ഇന്നലെ രാത്രി 10 മണിയോടെ തൃശൂർ വെള്ളപ്പായിൽ സുനിലിന്റെ വീടിന് മുന്നിൽ വെച്ചായിരുന്നു സംഭവം. കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറക്കുന്നതിനിടെ 3 അംഗ സംഘം വാളുപയോഗിച്ചാണ് ഇരുവരെയും വെട്ടിയത്. സുനിലിന്റെ കാലിനും ഡ്രൈവറുടെ കൈക്കുമാണ് പരിക്കേറ്റ ഇരുവരെയും ആദ്യം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ ദയാ ആശുപത്രിയിലേക്കും മാറ്റി. പരിക്ക് ഗുരുതരമല്ല. വെട്ടിയ ശേഷം അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടു. സുനിൽ 10 വർഷത്തോളമായി രാഗം തിയേറ്റർ വാടകയ്ക്കെടുത്ത് നടത്തുകയാണ്. മെഡിക്കൽ കോളേജ് പോലീസ് ഏതായാലും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീറും വാശിയുമുള്ള ഒരു പ്രചരണ രംഗത്തൊക്കെ സജീവമാണ് സ്ഥാനാർത്ഥികൾ. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് 3 മണി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഒരു സമയമുണ്ട്. ഏറ്റവും കൂടുതൽ പത്രിക സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് തൃശ്ശൂരിലാണ്. നമുക്ക് ഇതിൻ്റെ വിവരങ്ങൾ ആതിര രാധാകൃഷ്ണൻ നൽകും. ആതിര, ഇതുവരെയായിട്ട് എത്രത്തോളം പേരാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്? മായ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടൊക്കെ അങ്ങ് കൊഴുക്കുകയാണ്. ഈ സമയത്ത് പ്രചരണമൊക്കെയായി മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ രംഗത്തുണ്ട്. ഈ നാമനിർദ്ദേശ പത്രിക ഏതായാലും ഇന്നത്തോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയാണ് ഇന്ന് 3 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ ആ ഒരു സമയം അവസാനിക്കും. നാളെയാണ് സൂക്ഷ്മ പരിശോധന. 24-ാം തീയതിയാണ് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ഒരു തീയതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 24-ാം തീയതിക്ക് ശേഷം എത്ര സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് എന്നത് സംബന്ധിച്ചൊക്കെ തന്നെ ഒരു അന്തിമമായ ഒരു കണക്ക് നമുക്ക് ലഭിക്കുക. നിലവിൽ ഏതായാലും ഇതുവരെ 95,369 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊരു അന്തിമമായിട്ടുള്ളൊരു കണക്കൊന്നുമല്ല. കാരണം ഇന്ന് 3 മണി വരെ കൂടി സമയമുണ്ട്. ഈ സമയത്തിനുള്ളിൽ ഇനിയും ധാരാളം സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ളൊരു സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തോടു കൂടി അവസാനിക്കുമ്പോൾ ഒരു ഏകദേശ കണക്ക് നമുക്ക് ലഭ്യമാകും. പക്ഷേ നാളത്തെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷവും അതുപോലെ തന്നെ 24-ാം തീയതി ഈ പത്രിക സ്ഥാനാർത്ഥികൾക്ക് പിൻവലിക്കണമെങ്കിൽ പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ് 24-ാം തീയതി. അതിനുശേഷമായിരിക്കും അന്തിമമായി എത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് എന്നത് സംബന്ധിച്ചതിലൊക്കെ തന്നെ ഒരു തീരുമാനം വരിക. നിലവിൽ ഏതായാലും ഇന്നത്തോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഒരു അവസാന തീയതിയാണ്. ഇന്ന് 3 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക അവർക്കൊക്കെ തന്നെ സമർപ്പിക്കാം. അതിനുശേഷം സമർപ്പിക്കാനുള്ള സാധിക്കില്ല എന്നുള്ളതാണ്. സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. 24-ാം തീയതി ആയിരിക്കും ഈ സ്ഥാനാർത്ഥികൾക്ക് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ശരി, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നാണ്. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. കട്ടപ്പന നഗരസഭയിൽ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF-ൽ ഇനിയും സീറ്റ് ധാരണയായിട്ടില്ല. കട്ടപ്പന നഗരസഭ രൂപീകരിച്ച ശേഷം നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും UDF-നായിരുന്നു ആധിപത്യം. എന്നാൽ ഇത്തവണ പാർട്ടിയിലെ അനൈക്യം മൂലം സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും വൈകുകയാണ്. ഇതിനിടെയാണ് LDF മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത്. നഗരസഭയിൽ ആകെയുള്ള 35 സീറ്റിൽ 14 സീറ്റിൽ CPM-ഉം 12 സീറ്റിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗവും മത്സരിക്കും. 7 സീറ്റാണ് CPI-ക്ക്. RJD-യും NCP-യും ഓരോ സീറ്റിൽ മത്സരിക്കുന്നു. ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തിൽ നഗരസഭാ ഭരണം നേടാൻ കഴിയുമെന്ന് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ കോൺഗ്രസിലെ 3 അംഗങ്ങളാണ് ചെയർപേഴ്സൺ പദവിയിലിരുന്നത്. ഇത് വികസന പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായെന്നാണ് LDF-ന്റെ ആരോപണം. ഒരു പാർട്ടി ഭരിക്കുന്ന ഇതിനായി 2-3 പേരെ മാറ്റുന്ന ദിവസങ്ങൾ എണ്ണി തീരുമാനിച്ച ഗ്രൂപ്പിന് വേണ്ടി അധ്യക്ഷ സ്ഥാനം മാറ്റിവെക്കുക. മുന്നണിയല്ല, ഒരു പാർട്ടിക്കകത്ത് A ഗ്രൂപ്പ് ഇപ്പം എത്ര, I ഗ്രൂപ്പ് ഇപ്പം തിരുത്തലവാദി ഇത്ര എന്ന് പറഞ്ഞ് മാറ്റിവെച്ചതിൻ്റെ ഭാഗം എന്തുണ്ടായി? 5 വർഷം കൊണ്ട് 3 ചെയർപേഴ്സൺമാരെ മാറ്റിവിട്ടു. CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം VR സജി ഉൾപ്പെടെയുള്ളവരാണ് ഇത്തവണ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി.
ഇടതുപക്ഷത്തിന് തലവേദനയായിരിക്കുകയാണ് കുട്ടനാട്ടിലെ രാമങ്കരി പഞ്ചായത്ത്. സീറ്റ് വിഭജനത്തിൽ അസ്വാരസ്യങ്ങൾ കനത്തതോടെ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് CPIയുടെ തീരുമാനം. വിജയപ്രതീക്ഷയുള്ള 8 സീറ്റുകളിലാകും CPI മത്സരിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങിയതോടെ രാമങ്കരി പഞ്ചായത്തിൽ കഴിഞ്ഞ 2.5 വർഷമായി നിലനിൽക്കുന്ന CPI പോര് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലോക്കൽ കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി വരെ ഇടപെട്ട് നടത്തിയ മാരത്തോൺ ചർച്ചയിൽ പോലും പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല. ഇതോടെ പഞ്ചായത്തിലെ 8 വാർഡുകളിൽ മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ് CPI. 6 വാർഡുകളിലേക്ക് നിലവിൽ CPI നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചു കഴിഞ്ഞു. പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് CPI ശ്രമിച്ചതാണ്. അവസാനം CPMൻ്റെ പിടിവാശി ഞങ്ങളെ ഒറ്റയ്ക്ക് മത്സരിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. 6 സീറ്റിൽ രാമങ്കരിയിൽ നോമിനേഷൻ കൊടുത്തു. CPM ജില്ലാ സെക്രട്ടറി 3 സീറ്റ് എന്ന് പറഞ്ഞതായിട്ടൊക്കെ അറിയാൻ കഴിഞ്ഞു. അവരുദ്ദേശിക്കുന്ന 3 സീറ്റ് സ്ഥിരമായി തോക്കുന്ന സീറ്റുകളാണ്. ഏറ്റവും അധികം സ്വാധീനമുള്ളത് മാമ്പഴക്കരി വേഴപ്ര പ്രദേശങ്ങളിലാണ്. അപ്പം മാമ്പഴക്കരി വേഴപ്ര സീറ്റൊന്നും തരാതെ ഏതെങ്കിലും സീറ്റ് തരുന്ന ഒരു നിലപാടൊന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സജീവ് ഉദുംതറ, കുഞ്ഞുമോൾ ശിവദാസ്, അരുൺലാൽ, അജിത ബാബു, നീതു ശരത്, CPI സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ രമ്യ സജീവ് എന്നിവരാണ് പത്രിക സമർപ്പിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം CPIക്ക് 1 സീറ്റ് മാത്രമാണ് രാമങ്കരി പഞ്ചായത്തിലുണ്ടായിരുന്നത്. എന്നാൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് R. രാജേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം പ്രവർത്തകർ CPMൽ നിന്ന് CPIയിലേക്ക് എത്തിയതോടെയാണ് കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യം ശക്തമായത്. എന്നാൽ സീറ്റ് നൽകില്ലെന്ന നിലപാടിൽ CPM ഉറച്ചു നിന്നതോടെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ CPI തീരുമാനിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ. അനിശ്ചിതത്വത്തിനൊടുവിൽ വയനാട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുതിർന്ന നേതാക്കളെ ഒഴിവാക്കിയുള്ള ലിസ്റ്റിൽ KSU യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാർ സ്ഥാനാർത്ഥികളായി ഇടം പിടിച്ചിട്ടുണ്ട്. തർക്കത്തെ തുടർന്ന് സമവായത്തിലൂടെയാണ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയത്. കോൺഗ്രസ് ഭരിക്കുന്ന 11 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. സീറ്റിനായി വടംവലി നടത്തിയ മുതിർന്ന നേതാക്കളായ KL പൗലോസ്, KK വിശ്വനാഥൻ എന്നിവരെ പരിഗണിച്ചില്ല. അതേസമയം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ്, KSU ജില്ലാ പ്രസിഡന്റ് ഗൗതം ഗോകുൽദാസ് എന്നിവർക്ക് സീറ്റ് ലഭിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവയലിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു. തർക്കത്തെ തുടർന്ന് സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല. മാരത്തോൺ ചർച്ചകൾക്കൊടുവിലാണ് അവസാന നിമിഷം സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിക്കാൻ DCC നേതൃത്വത്തിന് സാധിച്ചത്. സ്ഥാനാർത്ഥി തീരുമാനം വൈകുന്നതിൽ KPCC നേതൃത്വം അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. UDF കാലങ്ങളായി കുത്തകയായി വെച്ചിരുന്ന ജില്ലാ പഞ്ചായത്ത് ഭരണം കഴിഞ്ഞ തവണ നറുക്കെടുപ്പിലൂടെയാണ് നിലനിർത്തിയത്. എന്നാൽ ഇത്തവണ കോൺഗ്രസ് മത്സരിക്കുന്ന പല ഡിവിഷനുകളിലും അട്ടിമറികൾക്ക് സാധ്യതയുണ്ട്. അമൃത ന്യൂസ്, വയനാട്. 2018 പ്രളയ സമയത്തും അപ്പോൾ ഈ വയനാട് ഉരുൾപൊട്ടൽ സമയത്തുമൊക്കെ ഡെപ്യൂട്ടി കളക്ടറായി മികച്ച പ്രകടനം കാഴ്ചവെച്ച അനിതാകുമാരി കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നുണ്ട്. മാത്തോട്ടത്തിൽ നിന്നുമാണ് CPM സ്ഥാനാർത്ഥിയായി അനിതാകുമാരി ജനവിധി തേടുന്നത്. മുൻ ഡെപ്യൂട്ടി കളക്ടറായിരുന്ന അനിതകുമാരി മാഡം അവർ വിരമിച്ചിട്ടുണ്ട്. അവർ മാത്തോട്ടത്തിൽ നിന്നും കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് ഭരണാനുഭവമുണ്ട്. പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള വയനാട് സമയത്തെ എല്ലാ അനുഭവങ്ങളുമായിട്ടാണ് ഇത്തരം ഒരു മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്? അതല്ല, ഞാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ പ്രഖ്യാപിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു അംഗീകാരമായിട്ടാണ് ഞാനിന്ന് കാണുന്നത്. തീർച്ചയായിട്ടും. കാരണം എൻ്റെ 36 വർഷത്തോളം സർവീസിലുണ്ട്. ഗവൺമെൻറ് സർവീസിൽ വന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. അന്ന് സാധാരണക്കാരുടെ പല കാര്യങ്ങളിലും നേരിട്ട് ഇടപെടാനും അവരോടൊന്നിച്ച് പ്രവർത്തിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനൊരു അംഗീകാരം കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വളരെ, പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും അഭിമാനാർഹമാണ്. അപ്പോൾ അവരോടൊത്ത് പ്രവർത്തിക്കാൻ കഴിയാവുന്ന സാഹചര്യം കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നി. എനിക്ക് തോന്നുന്നു ഭരണത്തിൽ തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച ഒരു അനുഭവം കൂടെയുണ്ട്. ഈ സർവീസിനിടയിൽ ഏറ്റവും മറക്കാനാവാത്ത സംഭവമായിരിക്കും ഇപ്പം വയനാട്ടിലത്തെ സംഭവം ഉൾപ്പെടെ. ഏതൊക്കെ സംഭവങ്ങളാണ് അത്തരത്തിൽ ഓർമ്മയിൽ പെട്ടെന്ന് വരുന്നത്? എനിക്ക് പെട്ടെന്ന് ഓർമ്മ 2018 പ്രളയമാണ് എന്നെ പെട്ടെന്ന്. ഓക്കെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് വല്ലാതെ ഇത് തോന്നിയിട്ടുള്ള 2018 ഒരു പ്രളയമായിരുന്നു. പെട്ടെന്ന് ഉണ്ടായിരുന്ന ഒരു പ്രളയം, ആരും പ്രതീക്ഷിക്കാതെ ഉണ്ടായിരുന്ന പ്രളയമായിരുന്നു. അന്ന് കോഴിക്കോട് ജോസ് സാറായിരുന്നു കളക്ടറായിരുന്നു. ആ കളക്ടർ ആയിരുന്നപ്പോൾ തന്നെ സാറ് പല പ്രവർത്തനങ്ങളും, ഇപ്പോൾ മിഠായി തെരുവ് പോലുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ അതിൻ്റെ നോഡൽ ഓഫീസറായിരുന്നു. അത് നിങ്ങൾക്കറിയാം, പണ്ടത്തെ മിഠായി തെരുവല്ല ഇന്ന് കാണുന്ന മിഠായി തെരുവ്. അതിൻ്റെ ഒരു നിർമ്മാണം എന്ന രീതിയിലായിരുന്നു നമ്മളത് നിർത്തി. അത് വളരെ ഭംഗിയായിട്ട്
ഞാനല്ല, മൊത്തത്തിൽ ഞങ്ങൾ നല്ലൊരു നല്ലൊരു സംഘത്തിനെ കിട്ടി. ഞങ്ങൾ നല്ലൊരു ടീം ആയിട്ട് ഞങ്ങൾക്കത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമുക്കിങ്ങനെ പല പേർക്കും വന്നപ്പോഴും എനിക്ക് ഈ പ്രവർത്തിക്കാൻ ഒരവസരം കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ 2018 പ്രളയം ഉണ്ടായപ്പം പെട്ടെന്നുണ്ടായ പ്രളയമായതുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ ആദ്യകാലങ്ങളിൽ എഫക്റ്റ് ചെയ്യില്ലായിരുന്നു. അപ്പോഴാണ് നമുക്ക് വരുന്ന ഓരോ മെസ്സേജുകൾ തൃശ്ശൂരിൽ നിന്ന് ആലപ്പുഴയിൽ നിന്നാണ് വരുന്ന മെസ്സേജുകൾ. ആ മെസ്സേജുകൾ വരുമ്പോൾ ഞങ്ങൾ ഞെട്ടിയിരിക്കുന്നത് കാരണം വെച്ചാൽ അവിടെ പല ഫ്ലാറ്റുകളിലൊക്കെ വെള്ളം 2 നില വരെ വെള്ളം കയറിയപ്പോൾ അതിൻ്റെ മേലെയാണ് ആൾക്കാർ താമസിക്കുന്നത്. അവർക്ക് ഫുഡില്ല. അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ സമയത്ത് എങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ കളക്ടർ നമ്മളൊരു ജില്ലാ ജോസ് സാറിൻ്റെ ഒരു മെസ്സേജ് ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ആ മെസ്സേജ് കഴിഞ്ഞ് ജസ്റ്റ് 1 അവറിനോട് ഞങ്ങൾ ഇവിടുന്ന് മറ്റു ജില്ലയിലേക്ക് അയച്ചത് 4-5 ലോഡ് റൊട്ടി, പഴം, ജാമ അങ്ങനെയുള്ള. അപ്പോൾ ഞാൻ നോക്കുക കോഴിക്കോട് ജില്ലയുടെ ഒരു സ്നേഹം. നമ്മളൊരു പ്രയാസം പറഞ്ഞപ്പോഴേക്കും എല്ലാ ഭാഗത്തു നിന്നും ഞങ്ങൾക്കതൊക്കെ പിന്നീട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 3 മാസം കൊടുത്തിട്ടും നമുക്ക് ഉണ്ടായിരുന്നു അത്രയും സ്റ്റോക്ക്. ഇത് സാധനം വെക്കാൻ പറ്റാത്തൊരു വിഷമം ഞങ്ങൾക്ക് ഉണ്ടായിപ്പോയി. അത്രയും സ്നേഹം തന്നെ അത് നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. കാരണം ഞങ്ങൾക്കത് പെട്ടെന്ന് അന്ന് എത്തിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ എവിടെ നിന്ന് കിട്ടും എന്നുള്ളായിരുന്നു ആദ്യം. പക്ഷേ നമ്മൾ അറിയപ്പെടുന്ന പല ആൾക്കാരും സംസാരിച്ചപ്പോൾ ഈ പൊതുജനങ്ങളായിട്ടും പിന്നെ ഇവിടുത്തെ ഒരുപാട് വ്യവസായികളൊക്കെ ഉണ്ട്, വളരെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അതാ ഈ കോഴിക്കോട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്നേഹവും മറ്റുമൊക്കെയുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് ഭരണാനുഭവം കൂടെയുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ വർഷങ്ങളായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്നുണ്ട്. ഏതൊരു മേഖലയ്ക്കായിരിക്കും ശ്രദ്ധ നൽകുക വിജയിച്ചു വരികയാണെങ്കിൽ? ശ്രദ്ധ നൽകേണ്ടത് പ്രത്യേകിച്ച് 2 അനുഭവം ഉണ്ടല്ലോ. ഒന്ന് ഉദ്യോഗസ്ഥ തലത്തിലുള്ള അനുഭവം വേറെയാണ്, പ്രത്യേകിച്ച് ഭരണ അനുഭവം എന്ന് പറയുന്നത് വേറെയാണ്. എന്താണ് തോന്നുന്നത്? ഞാൻ എൻ്റെ മുൻപ് ഒരു കൗൺസിലറോട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു വാർഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ള 54-ാം വാർഡ്. ആ വാർഡിൽ ഇനി ഒരുപാട് അദ്ദേഹം ചെയ്തു തീർക്കാൻ പകുതിയാക്കിയിട്ട് കുറേ പ്രവർത്തനങ്ങളുണ്ട്. അതിൻ്റെ ഒരു തുടർ പ്രവർത്തനമാണ്. ഞാൻ തീർച്ചയായിട്ടും അത് അവിടുത്തെ ജനങ്ങളോടൊപ്പം പാർട്ടിയോടൊപ്പം അവിടുത്തെ എല്ലാ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് അതാണ് എൻ്റെ മുൻതൂക്കം. ഏതായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ തിളങ്ങിയ പോലെ തന്നെ ഭരണത്തിലും ഇടതുപക്ഷത്തിനൊപ്പം തിളങ്ങാൻ കഴിയട്ടെ. ആശംസകൾ. താങ്ക് യു. കൊല്ലം കോർപ്പറേഷനിൽ ശക്തമായ മത്സരം നടക്കുന്ന ഡിവിഷനാണ് വടക്കുംഭാഗം. ഇവിടെ ആദ്യഘട്ട പ്രചാരണങ്ങൾ 3 മുന്നണികളും പൂർത്തിയാക്കി കഴിഞ്ഞു. ഇടതിനൊപ്പം നിൽക്കുന്ന ഡിവിഷനാണെങ്കിലും ഇത്തവണ മാറ്റമുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും BJP. കോർപ്പറേഷൻ മേയറും CPI നേതാവുമായ ഹണി ബെഞ്ചമിനാണ് LDFന് വേണ്ടി ജനവിധി തേടുന്നത്. 15 വർഷമായി വടക്കുംഭാഗം ഡിവിഷനിലെ കൗൺസിലറാണ് ഹണി. ഡിവിഷൻ നിലനിർത്താനായി ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് LDF നടത്തുന്നത്. കൊല്ലം കോർപ്പറേഷനിലെ വികസന നേട്ടങ്ങളും LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ഊന്നിപ്പറഞ്ഞാണ് ഇത്തവണ വോട്ട് ചോദിക്കുന്നത്. മേയറായതുകൊണ്ട് മാത്രമല്ല, വാർഡിൽ വളരെയേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. റോഡുകളുടെ നിർമ്മാണമായാലും ഓടകളുടെ നിർമ്മാണമായാലും ജനക്ഷേമകരമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനം കട്ടിൽ കൊടുക്കുന്നു, ഓണപ്പുടവ് കൊടുക്കുന്നു, പോഷകാഹാരം കൊടുക്കുന്നു, അതിദരിദ്രരെ സംരക്ഷിക്കുന്നു. അങ്ങനെയുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുമായി ഡിവിഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മേയറാകുന്നത്. ആ മേയറെന്ന നിലയിൽ തന്നെ ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 8 മാസക്കാലം നടന്നത്. മുണ്ടക്കൽ ഡിവിഷനിലെ കൗൺസിലറും യൂത്ത് കോൺഗ്രസ് നേതാവുമായ കുരുവിള ജോസഫാണ് UDFന്റെ സ്ഥാനാർത്ഥി. കോൺഗ്രസ് പ്രഖ്യാപിച്ച ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ കുരുവിള ജോസഫ് ഉൾപ്പെട്ടിരുന്നു. മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UDFന്റെ പ്രവർത്തനം. കൊല്ലം കോർപ്പറേഷന്റെ അഴിമതിയും വികസന മുരടിപ്പും നിരത്തിയാണ് UDFന്റെ പ്രവർത്തനം. കൊല്ലം കോർപ്പറേഷനെതിരായിട്ടൊരു വലിയ ജനവികാരം ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് കൃത്യമായി വോട്ടായി ഫലിക്കുമെന്ന് 25 വർഷമായൊരു കോർപ്പറേഷനാണ്. വേസ്റ്റ് മാനേജ്മെൻ്റ് അടക്കം പല കാര്യത്തിന്, കുടിവെള്ളമടക്കം പല കാര്യങ്ങൾക്കും കൃത്യമായൊരു നൽകാൻ കഴിഞ്ഞിട്ടില്ല പൊതുജനങ്ങൾക്ക്. അതിനെതിരായിട്ടുള്ളൊരു ജനവികാരം ഇവിടെ ശക്തമായിട്ടുണ്ട്. അത് വോട്ടായി മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. വാർഡിലെ ഒരു നിർണായക ശക്തിയാകുവാനും വാർഡ് പിടിച്ചെടുക്കുവാനും BJP രംഗത്തിറക്കിയിരിക്കുന്നത് പുതുപ്പള്ളി ശ്രീകുമാറിനെയാണ്. മോഡി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഇടത് വലത് സർക്കാരുകളുടെ അഴിമതികളും എടുത്തു പറഞ്ഞാണ് BJPയുടെ പ്രചാരണം. ഇവിടുത്തെ ഏറ്റവും പരിതാപകരമായ പ്രശ്നമാണ് ഈ പുള്ളിക്കട പ്രശ്നം. ആ പ്രശ്നത്തിന് യാതൊരുവിധ പരിഹാരം കണ്ടിട്ടില്ല. അപ്പോൾ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ 3 ടേൺ കൊണ്ട് പറഞ്ഞ് പറ്റിക്കുകയാണ് ഈ മേയർ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ശക്തമായ പ്രചരണം ഈ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. എല്ലാ വോട്ടർമാരെയും നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ് 3 മുന്നണികളും. കടുത്ത ചൂടും മഴയും വകവയ്ക്കാതെയാണ് പ്രചാരണങ്ങൾ. അമൃത ന്യൂസ്, കൊല്ലം.
ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് പരമാവധി ചൂഷണം ചെയ്ത് മുതലെടുക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ തൃശ്ശൂർ വടക്കുകരയിലെ കൗൺസിലർ ഒരു വ്യത്യസ്തനാണ് ഇക്കാര്യത്തിൽ. ഒരു സാധാരണ ബാർബർ ഷോപ്പിലെ ജീവനക്കാരനായ അനിൽകുമാർ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ഈ ജനസേവനം മതിയാക്കേണ്ട ഗതികേടിലാണ്. ആ വാർത്ത കാണാം. CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും നിലവിൽ വടൂക്കര ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ അനിൽകുമാർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 757 വോട്ടുകൾക്കാണ് ജയിച്ചത്. ബാർബർ ജോലിക്കൊപ്പം 5 വർഷം വടൂക്കര നിവാസികളെ സേവിച്ച അനിൽകുമാർ എന്നാൽ ഇത്തവണ മത്സരിക്കാനില്ല. മുഴുവൻ സമയ ജനസേവനത്തിനായി പ്രവർത്തിക്കാൻ പോകുമ്പോൾ തൊഴിൽ മുടങ്ങുന്നതാണ് ഇത്തവണ മത്സരരംഗത്ത് നിന്നും പിന്മാറാൻ അനിൽകുമാറിനെ പ്രേരിപ്പിച്ചത്. ഭാര്യയും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബത്തെ പോറ്റുന്നത് രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെ ബാർബർ ഷോപ്പിൽ ജോലി ചെയ്താണ്. നമുക്ക് പണി ശരിക്കേ ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ കാര്യങ്ങൾക്ക് പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ നമ്മൾ തന്നെ പറയുക, പണി തിരക്കായ വേറെ പുതിയ ആൾക്കാർ വരട്ടെ, നമ്മൾ സ്വയം ഒഴിഞ്ഞതാണ്. പല ആൾക്കാരും പറയും, നീ എന്തിനു പണിക്ക് പോണ? നമ്മൾ അങ്ങനെ ശീലിച്ചിട്ടില്ല. നമ്മൾ ചെറുപ്പം തൊട്ട് പണി തുടങ്ങിയിട്ടുള്ളതാണ്. പാർട്ടി പറഞ്ഞു നമ്മൾ അനുസരിച്ചു, അത്രയുള്ള. ഇപ്പോഴും നമ്മൾ പാർട്ടി എന്ത് പറഞ്ഞാൽ അത് കേൾക്കുള്ള. മറ്റേത് നമ്മളത് ശീലിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. നമ്മൾ പണിയെടുക്കുക, അരി പഠിക്കുക, അത്രയും നമ്മൾ. അല്ലാണ്ട് പാർട്ടിയിൽ നിന്ന് നമ്മൾ 10 പൈസ വിചാരിച്ചിട്ടില്ല. 2.5 പതിറ്റാണ്ടായി മുടിവെട്ടുകാരനാണെങ്കിലും സ്വന്തമായി ബാർബർ ഷോപ്പില്ല. ഒരു സ്മാർട്ട് ഫോൺ പോലുമില്ലാത്ത അനിൽകുമാർ മറ്റു ജനപ്രതിനിധികളിൽ നിന്നും വ്യത്യസ്തനാണ്. ഇക്കാലം അത്രയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടും സ്വന്തമായി ഒന്നും ഉണ്ടാക്കാൻ അനിൽകുമാർ ശ്രമിച്ചിട്ടില്ല. ജനപ്രതിനിധിയായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചപ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ നേരിട്ടറിയാൻ സാധിച്ച അനിൽകുമാർ കഷ്ടപ്പാടിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വിതുമ്പുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള അനിൽകുമാറിനെ പോലെയൊക്കെയുള്ള ജനപ്രതിനിധികൾ വളരെ വിരളമാണെന്ന് തന്നെ പറയാം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ അതിൻ്റെ പ്രചരണമൊക്കെ മുന്നേറുന്നതിനിടെ ഈ ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ഫോട്ടോ കണ്ടിട്ടെങ്കിലും കുറച്ച് വോട്ടെങ്കിലും പോരട്ടെ എന്ന മട്ടിലാണ് ചിലരൊക്കെ. ഇന്ന് തിരിയാൻ നേരമില്ലാത്തത്രയും തിരക്കിലാണ് ഫോട്ടോഗ്രാഫർമാരും. തെരഞ്ഞെടുപ്പ് കാലം സ്റ്റുഡിയോകൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും പ്രതീക്ഷയുടെ കാലം കൂടിയാണ്. ഇവരിൽ പാക്കേജ് അടിസ്ഥാനത്തിൽ ഫോട്ടോയും റീലും ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്നവരുമുണ്ട്. 100 കണക്കിന് സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു തുക കയ്യിൽ കിട്ടുന്നതിന്റെ സന്തോഷത്തിലാണ് ഫോട്ടോഗ്രാഫർമാർ. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായി സ്ഥിരമായി ഫോട്ടോ എടുക്കുന്ന സ്റ്റുഡിയോകളും സജ്ജമാണ്. ഫോട്ടോ കണ്ടാൽ വോട്ടിംഗ് പോരണമെന്നാണ് സ്ഥാനാർത്ഥികളുടെ അഭിപ്രായം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങളിലേക്ക് പ്രചരിപ്പിച്ച് അങ്ങനെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഫോട്ടോയൊക്കെ കണ്ടിട്ട് വോട്ട് ആൾക്കാർ ചെയ്യണം. ഫേസ്ബുക്കിലും വാട്സപ്പിലും മിന്നിത്തിളങ്ങാനുള്ള ത്രില്ലും സ്ഥാനാർത്ഥികളുടെ മുഖത്ത് കാണാം. യുവാക്കളെ ആകർഷിക്കാൻ കിടിലൻ പോസ്റ്റ് വേണമെന്നാണ് ഇവർ പറയുന്നത്. പോസ്റ്റുകളിലെ വ്യത്യസ്തത വോട്ടർമാരെ ആകർഷിക്കുമെന്നും സ്ഥാനാർത്ഥികൾ കരുതുന്നു. പ്രചരണ തിരക്കിൽ പെടുന്നതിന് മുമ്പ് തന്നെ വ്യത്യസ്തമായ വീഡിയോകളും ഫോട്ടോകളും എടുത്ത് വൈബാക്കി മാറ്റാനാണ് ക്യാമറാമാൻമാരുടെ ശ്രമം. സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനുമൊപ്പം പോസ്റ്ററുകളും ഫ്ലെക്സുകളും നല്ല ഗ്ലാമറിൽ തന്നെ സ്ഥാനാർത്ഥികൾക്ക് വേണമെന്നാണ് അഭിപ്രായം. ഇനി ഡിസംബർ 13-ന് ഫലം വരുമ്പോഴറിയാം ഗ്ലാമറസ് ഫോട്ടോയെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തോ എന്ന്. അമൃത ന്യൂസ്, ഇടുക്കി. കാഞ്ഞങ്ങാട് നഗരസഭയിലെ CPM ഭരണസമിതിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായിരുന്ന KV സരസ്വതി BJP സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത്. കഴിഞ്ഞ 10 വർഷക്കാലമായി നഗരസഭയിലെ CPM കൗൺസിലറായിരുന്നു സരസ്വതി. വീട്ടിലേക്കുള്ള വഴിയുമായി ബന്ധപ്പെട്ട പ്രശ്നം CPM നേതൃത്വം പരിഹരിക്കാത്തതാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവാൻ കാരണം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് നഗരസഭയിലെ വാർഡ് 22 മധുരംകൈയിൽ നിന്നാണ് സരസ്വതി ഇത്തവണ മത്സരിക്കുന്നത്. നിലവിലുള്ള ഭരണസമിതിയിൽ CPM കൗൺസിലറായിരിക്കെ വീട്ടിലേക്കുള്ള വഴിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ തന്റെ പാർട്ടിയായിരുന്ന CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റിക്കും ലോക്കൽ കമ്മിറ്റിക്കും ഇവർ പരാതി നൽകിയിരുന്നു. തുടർന്ന് പ്രശ്നപരിഹാരമില്ലാതെ വന്നപ്പോൾ BJP നേതാക്കളെ സമീപിച്ചു. നഗരസഭയിൽ CPM ഭരണസമിതിയിൽ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സരസ്വതി BJP-യുടെ സഹായം തേടിയത് വിവാദമായിരുന്നു. വഴിയുമായി ബന്ധപ്പെട്ട വിഷയം അതുപോലെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് BJP സ്വതന്ത്രയായി മത്സരിക്കുന്നതെന്ന് സരസ്വതി പറഞ്ഞു. ഈ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് വരെ അതുവരെ എന്നെ എന്റെ കാര്യത്തിൽ ആരും ഒരു തീരുമാനം അപേക്ഷ കൊടുത്തിട്ട് ഒരു തീരുമാനം പറയുകയോ ചെയ്തു തരുകയോ ചെയ്തിട്ടില്ല. അതിന്റെ കാരണമായി എന്നോട് ഇലക്ഷൻ വർക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് എനിക്ക് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവണം, എന്നാൽ മാത്രമേ ഞാൻ ഇനി പ്രവർത്തനത്തിലേക്ക് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെയാണ്
എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു നീ വെറുതെ ഇരിക്കണ്ട. എന്റെ വാർഡിലെ ജനങ്ങളും എന്നോട് പറഞ്ഞു പിന്നെ നിങ്ങള് സ്വന്തമായി മത്സരിക്കുന്നു. അത് എത്രത്തോളം എനിക്ക് ഇതായി വരുന്നത് എനിക്കറിയില്ല. CPM പ്രവർത്തകരിൽ നിന്നുൾപ്പെടെ വോട്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സരസ്വതി. 2015 മുതൽ കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലിൽ അംഗമാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംസ്ഥാനത്ത് വേഗത്തിൽ പൂർത്തീകരിച്ച BLO ആയിരിക്കുകയാണ് വയനാട് തെക്കുംതറ സ്വദേശി പുഷ്പത്തൂർ വിനോദ് കുമാർ. 12 ദിവസം കൊണ്ടാണ് മുഴുവൻ വോട്ടർമാരെയും പട്ടിക പൂർത്തീകരിച്ചത്. മികച്ച പ്രവർത്തനത്തിന് ജില്ലാ കളക്ടറുടെ അഭിനന്ദനത്തിനും വിനോദ് കുമാർ അർഹനായി. പടിഞ്ഞാറത്തറ AUP സ്കൂളിലെ അധ്യാപകനായ പുഷ്പത്തൂർ വീട്ടിൽ വിനോദ് കുമാർ വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ സെന്റ് ആന്റണീസ് UP സ്കൂൾ മാടക്കുന്ന് ബൂത്തിലെ 800 വോട്ടർമാരുടെ പട്ടികയാണ് 12 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിച്ചത്. വോട്ടർമാരിൽ ഭൂരിഭാഗം പേരും ഉന്നതികളിലായിരുന്നതിനാൽ രാവിലെ 6 മണിക്ക് തന്നെ എത്തി ഫോമുകൾ കൈമാറുന്ന രീതിയാണ് സ്വീകരിച്ചത്. വീടുകളെല്ലാം നേരിട്ടറിയാവുന്നതും ജോലി എളുപ്പമാക്കി. വോട്ടർമാരുടെ സംശയങ്ങൾ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചതും പിന്തുണ വർദ്ധിപ്പിച്ചു. പൂരിപ്പിച്ച ഫോമുകൾ തിട്ടപ്പെടുത്താൻ വീട്ടുകാരുടെ പിന്തുണയും സഹായിച്ചുവെന്ന് വിനോദ് കുമാർ പറയുന്നു. ഞാൻ SIR കഴിഞ്ഞ ഞായറാഴ്ച പൂർത്തീകരിച്ച സമയത്ത് രാത്രി 9:30 കഴിഞ്ഞു. 10 മണിയാകുമ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ മാഡം എന്നെ ഫോണിൽ വിളിച്ചു, അഭിനന്ദനം അറിയിച്ചു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരിക്കലും പ്രതീക്ഷയില്ല. മാഡം വിളിച്ചു. ഇന്നലെ അതുപോലെ തന്നെ മാഡം എന്ത് ചെയ്തു, എന്നോട് ചേംബറിലേക്ക് വരാൻ പറഞ്ഞു. ചേംബറിൽ വന്ന് എങ്ങനെയാണ് പൂർത്തീകരിച്ചത്, ഇങ്ങനെ ഘട്ടങ്ങൾ എല്ലാ കാര്യങ്ങളും ഡിസ്കഷൻ നടത്തി. അതിൽ നല്ല അവസരം മാഡം തന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നാട്ടുകാരാണെങ്കിൽ അവരെന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു. മാഷെ എത്രയും വേണ്ടി വേഗം തീർക്കുന്നുണ്ട് അവരെ ഭാഗത്തുണ്ട്. പിന്നെ ഉന്നതികളിൽ പോയാൽ ഉന്നതികളാണെങ്കിൽ അവർ ഉന്നതി ഓരോന്നും മൂപ്പന്മാരുണ്ട്, നല്ല എഡ്യൂക്കേറ്റഡ് ആൾക്കാരുണ്ട്. ഇവരൊക്കെ സഹായം കിട്ടിയിട്ടുണ്ട്. പിന്നെ നാട്ടുകാർ സഹായം കിട്ടുന്നുണ്ട്. എല്ലാവരും സഹായം ഉണ്ടാവും. എല്ലാവരും ജില്ലാതല ഉദ്യോഗസ്ഥരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. ഡൽഹിയിൽ പോയി ഇലക്ഷൻ പ്രക്രിയയുടെ ഭാഗമായുള്ള ക്യാമ്പുകളിൽ പങ്കെടുത്തതിനാൽ മറ്റു BLOമാർക്ക് പരിശീലനം നൽകാനും സാധിച്ചു. അമൃത ന്യൂസ്, വയനാട്. ഇനി വിപണി വിലയിരുത്തലാണ് ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, ഇന്ന് വിപണിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കണം? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വിപണി നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ഇതോടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിന് അടുത്തേക്കാണ് മുൻനിര ഓഹരി സൂചികകൾ എത്തിയിരിക്കുന്നത്. എന്നാൽ രണ്ടാം നിര ചെറുകിട ഓഹരികളിലൊന്നും കാര്യമായ രീതിയിലൊരു നിക്ഷേപ താല്പര്യം ഉണ്ടായിട്ടില്ല. ഇത് വരും ദിവസങ്ങളിൽ അത്തരം മേഖലകളിലേക്ക് കൂടി ഈ ഒരു നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും കഴിഞ്ഞ 2 ദിവസമായി വിപണിയിൽ അറ്റ നിക്ഷേപത്തിലാണ്. അതിൻ്റെ ഒരു സ്വാധീനവും വിപണിയുടെ നീക്കത്തിലുണ്ട്. ബാങ്കിംഗ് ഓഹരികളാണെങ്കിൽ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. IT മേഖലയിലും കഴിഞ്ഞ ദിവസം നിക്ഷേപ താല്പര്യം പ്രകടമായിരുന്നു. ഒട്ടുമിക്ക മേഖലകളിലും നിക്ഷേപ താല്പര്യം ഇപ്പോൾ കാണുന്നുമുണ്ട്. വരും ദിവസങ്ങളിലും ഈ ഒരു താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ ചരിത്രത്തിൽ ഉയർന്ന നിലവാരത്തിനടുത്താണ് മുൻനിര ഓഹരി സൂചികകളുള്ളത്. ഈ ഒരു നിലവാരത്തിൽ ഒരുപക്ഷെ ലാഭമെടുക്കാനുള്ള ഒരു സാധ്യതയും കണ്ടേക്കാം. എങ്കിൽ കൂടിയും അതും ഇനിയുള്ള ദിവസങ്ങളിൽ നിക്ഷേപ സാധ്യത തന്നെ നൽകുന്നുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. 26,300 എന്ന നിലവാരമായിരിക്കും ഇനി മുൻനിര സൂചികയായി നിഫ്റ്റിക്ക് പ്രധാനം. അത് മറികടക്കുകയാണെങ്കിൽ ഹ്രസ്വകാലത്തേക്കെങ്കിലും വിപണി നിക്ഷേപ താല്പര്യം തുറന്നേക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിന് ഏറ്റവും പ്രേരകമായി പ്രവർത്തിക്കുക India-US വ്യാപാര ബന്ധം തന്നെയാണ്. 15% എന്ന തീരുവയിലേക്ക് എത്തുകയാണെങ്കിൽ, ആ ഒരു തീരുവ നിർണ്ണയിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അത് വിപണിയുടെ അടുത്ത നിലവാരത്തിലേക്കുള്ള നീക്കത്തിന് നിർണായകമായ സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്യും. എന്തായാലും വരും ദിവസങ്ങളിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വിപണിയിലുള്ളത്. ഇന്നെന്തായാലും ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ശരി, വിപണി വിലയിരുത്തുകയായിരുന്നു K. ദിലീപ്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് റിലയൻസ് റിഫൈനറി നിർത്തി. റഷ്യൻ എണ്ണ കമ്പനികളായ റോസ്നെഫ്റ്റിനും ലുക്കോയിലിനുമെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം ഇന്ന് നിലവിൽ വന്ന സാഹചര്യത്തിലാണിത്. എന്നാൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിന് ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്നത് റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനികൾ നിർത്തിവെച്ചിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശത്തിന് കാത്തു നിൽക്കുകയാണ് എണ്ണ കമ്പനികൾ. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കും. കടകംപള്ളി സുരേന്ദ്രന്റെ ഭരണകാലത്താണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നതെന്നതിനാൽ വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെയും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതിനിടെ CPM സെക്രട്ടേറിയറ്റ് ഇന്ന് യോഗം ചേരുകയും ചെയ്യും. അതിരയുണ്ട് വിവരങ്ങളുമായി. അതിര, ഈ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ചോദ്യം ചെയ്യൽ നീങ്ങുമെന്ന് നേരത്തെ തന്നെ സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പത്മകുമാറിൻ്റെ ഒക്കെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കുമല്ലോ ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാവുന്നത്.
മായ, തീർച്ചയായും മായ സൂചിപ്പിച്ചതുപോലെ തന്നെ എ പത്മകുമാറിന്റെ അറസ്റ്റ് ഇന്നലെ നടന്നു. അതിന് പിന്നാലെ ഇനി അടുത്തത് ആരിലേക്ക് എന്നുള്ളൊരു ചോദ്യമാണ് ഉയർന്നത്. നേരത്തെ തന്നെ കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണങ്ങളൊക്കെ തന്നെ ഉയരുന്നുണ്ടായിരുന്നു. കാരണം 2019 ഭരണകാലത്ത് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു ദേവസ്വം മന്ത്രിയായിരുന്നത്. ഇനി എ പത്മകുമാറിന് ശേഷം ദേവസ്വം മന്ത്രിയിലേക്കാണ് ആ സമയത്ത് ഭരണത്തിലുണ്ടായിരുന്ന ദേവസ്വം മന്ത്രിയിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത് എന്ന സൂചന തന്നെയാണ് നിലവിൽ ലഭിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനെ ഏതായാലും എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കമാണ് SIT നടത്തുന്നത് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. ഏതായാലും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കുമെന്നുള്ള സൂചനയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിൽ ഏതായാലും ലഭിക്കുന്നത്. അതേസമയം കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ആ കാലഘട്ടത്തെ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൽ നടക്കുന്ന ഈ ഫയലുകൾ മന്ത്രിതലത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. ദേവസ്വം ബോർഡിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും സർക്കാരിന്റെ അറിവോടെയല്ല എന്ന തരത്തിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് കടകംപള്ളി സുരേന്ദ്രൻ ഏതായാലും നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ SIT ഏതായാലും മൊഴിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ മുന്നിൽ കാണുന്നത്. ഏതായാലും CPM സെക്രട്ടേറിയറ്റ് ഇന്ന് 10:30 തന്നെ ആരംഭിക്കും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരാനിരിക്കെയാണ്. ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് സർക്കാരും പറയുന്നു. ഇത് പാർട്ടിയുമായി ബന്ധമില്ല, ഉദ്യോഗസ്ഥ തലത്തിലായിരുന്നു ഇത്തരത്തിലുള്ള ഗൂഢാലോചനയൊക്കെ നടന്നു എന്ന് പറയുന്നു. പക്ഷേ അറസ്റ്റിലായവരിൽ CPMന്റെ പ്രമുഖ നേതാവ് കൂടി ഉണ്ടാകുമ്പോൾ പാർട്ടി ഇത് എങ്ങനെയായിരിക്കും പ്രതിരോധിക്കുക? മായ, തീർച്ചയായും നേരത്തെ മുതൽ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നുണ്ടായതാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയങ്ങളൊക്കെ തന്നെ എന്ന നിലപാടിലായിരുന്നു പാർട്ടി ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ ആ നിർണായകമായ അറസ്റ്റ് ഇന്നലെയാണ് ഉണ്ടായത്, പത്മകുമാറിന്റെ അറസ്റ്റ്. അതിന് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രനെ കൂടെ ഈ ചോദ്യം ചെയ്യലിലേക്ക് പോകുന്നു എന്നറിയുന്ന സാഹചര്യത്തിൽ ഇതിൽ പാർട്ടിയുടെ ഒരു പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഏതായാലും ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി അടുക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ പാർട്ടി പ്രതിരോധത്തിലാകുന്ന തരത്തിലേക്കുള്ള ആണ് ഈ അന്വേഷണം, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏതായാലും നിലവിൽ നീങ്ങുന്നത്. CPM സെക്രട്ടേറിയറ്റ് കൂടി ഇന്ന് ചേരാനിരിക്കുന്ന സാഹചര്യത്തിൽ പത്മകുമാറിനെ പാർട്ടി തള്ളാനുള്ളൊരു സാധ്യതയാണ് മുന്നിലുള്ളത്. അപ്പോഴും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്തേക്കും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഇത് ഏത് രീതിയിലായിരിക്കും പാർട്ടി നേരിടുക എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഏതായാലും ഉള്ളത്. ഇപ്പോഴുള്ള ദേവസ്വം മന്ത്രി ഉൾപ്പെടെ CPM സെക്രട്ടേറിയറ്റിൽ നിലവിൽ നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കാനെത്തും. ആ സമയങ്ങളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ തന്നെ ലഭിക്കാനുള്ളൊരു സാധ്യത കൂടി മുന്നിലുണ്ട്. നിലവിൽ ഏതായാലും കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ SIT നീങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നത് സംബന്ധിച്ച് ഈ ആദ്യഘട്ടം മുതൽ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ വളരെ രഹസ്യമായ രീതിയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഒരു പക്ഷേ ഇനി വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ രഹസ്യമായ ഒരു രീതിയിലായിരിക്കും അന്വേഷണം ഏതായാലും മുന്നോട്ട് പോകുക. നിലവിൽ ഏതായാലും കടകംപള്ളി സുരേന്ദ്രന് ഒരു കുരുക്ക് വീഴുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയേണ്ടതാണ്. SIT നിലവിൽ ഏതായാലും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ശരി, എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാർ കൂടി അറസ്റ്റിലായതോടെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനുള്ളൊരു സാധ്യതയാണ് തെളിയുന്നത്. ആതിരയാണ് വിവരങ്ങൾ നൽകിയത്. PV അൻവറിന്റെ വീട്ടിൽ ED റെയ്ഡ് നടക്കുകയാണ്. മലപ്പുറം ഒതായിലെ വീട്ടിലാണ് പരിശോധന നടക്കുന്നത്. TK അരവിന്ദനുണ്ട് വിവരങ്ങളുമായി. അരവിന്ദൻ, ഇത് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ അൻവറിന്റെ വീട്ടിലുള്ള ഈ റെയ്ഡ്? പുലർച്ചെ 6 മണിയോടെയാണ് PV അൻവറിന്റെ ഒതായിലെ വീട്ടിൽ ED സംഘം എത്തിയത്. 8-അംഗ സംഘമാണ് എത്തിയത്. കൊച്ചിയിൽ നിന്നുള്ള കൊച്ചി യൂണിറ്റിലെ അംഗങ്ങളാണ് ഇവിടെ പരിശോധനയ്ക്കായി എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതേ സമയത്ത് തന്നെ PV അൻവറിന്റെ സഹായിയുടെ വീട്ടിലും എടവണ്ണയിലുള്ള സഹായിയുടെ വീട്ടിലും ED പരിശോധന നടത്തുന്നുണ്ട്. നമുക്കറിയാം അൻവറിന്റെ പാർക്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും അതുപോലെ തന്നെ വിദേശത്ത് സ്വർണ്ണഖനവുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളുണ്ടായിരുന്നു. ഇതെല്ലാം EDയുടെ പരിശോധനയ്ക്ക് കളമൊരുക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പല കാര്യങ്ങളും അൻവർ മറച്ചുവെച്ചു തുടങ്ങിയ ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ED സംഘം അൻവറിന്റെ ഒതായിലെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. 8-അംഗ സംഘമാണ് പരിശോധന നടത്തുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും കൂടുതൽ വിവരം അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകും. ശരി അരവിന്ദൻ, എന്തായാലും PV അൻവറിന്റെ വീട്ടിൽ ED റെയ്ഡ് തുടരുകയാണ്. അരവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ മാള പോസ്റ്റ് ഓഫീസിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ പുറകുവശം കത്തിനശിച്ചു. പുക ഉയരുന്നത് കണ്ട നാട്ടുകാർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ മാള ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല.
ഇന്ത്യൻ സംഗീതത്തിലെ ഒരു പ്രധാന സംഗീത ഉപകരണമാണ് ഹാർമോണിയം. പലർക്കും ഹാർമോണിയം വായിക്കാൻ അറിയാമെങ്കിലും ഈ ഉപകരണത്തിന്റെ നിർമ്മാണത്തിൽ കഴിവ് തെളിയിച്ചവർ കേരളത്തിൽ തന്നെ വളരെ വിരളമാണ്. അവിടെയാണ് പത്തനംതിട്ട കോന്നി മഠത്തിൽക്കാവ് സ്വദേശി ഹരികുമാറിന്റെ പ്രസക്തി. നിരവധി ആളുകളാണ് ഹരികുമാറിനെ തേടി ഹാർമോണിയം നിർമ്മിക്കുവാനും നന്നാക്കുവാനുമൊക്കെയായി ഇവിടേക്ക് എത്തുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെ സംഗീതം അയൽപ്പക്കങ്ങളിലേക്ക് ഒഴുകിയെത്തും. ഹാർമോണിയം വായന മാത്രമല്ല, നിർമ്മാണവും ഹരികുമാർ തന്നെ. അതിരാവിലെ തന്നെ ഹാർമോണിയം നിർമ്മാണം ആരംഭിക്കും. വീടിനോട് ചേർന്നുള്ള പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് നിർമ്മാണം നടക്കുക. ഹരികുമാർ ഹാർമോണിയം നിർമ്മാണ രംഗത്ത് വൈദഗ്ധ്യം നേടിയത് കോട്ടയം സ്വദേശിയായ സംഗീതാധ്യാപകൻ ശിവരാമനിൽ നിന്നുമാണ്. പണ്ട് കാലത്ത് ഞങ്ങളുടെ അച്ഛനത് ചെയ്യുമായിരുന്നു. അന്ന് എനിക്ക് ഇതൊന്നും അച്ഛനൊന്നും പഠിക്കാൻ പറ്റിയില്ല. അന്ന് മുതലേ ഇത് ചെയ്യണമെന്നുള്ള വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷം അങ്ങനെ തിരക്കിയപ്പോഴാണ് കോട്ടയത്തുള്ള ഒരു ശിവരാമൻ സാർ എന്ന് പറഞ്ഞ വലിയൊരു സംഗീതജ്ഞനും ഈ ഹാർമോണിയം നിർമ്മിക്കുന്ന ആളാണ്. അദ്ദേഹത്തിനോട് എൻ്റെ ഇതുപോലെ എൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സുകൊണ്ട് എനിക്ക് അതിൻ്റെ അറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു തരികയും ചെയ്തു. സിംഗിൾ റീഡ്, ഡബിൾ റീഡ്, ട്രിപ്പിൾ റീഡ് എന്നിങ്ങനെ 3 തരം ഹാർമോണിയമാണുള്ളത്. നിർമ്മാണം നടക്കുക തേക്കിൻ തടിയിൽ. പല ഭാഗങ്ങളും കേരളത്തിൽ ലഭിക്കാത്തതിനാൽ പൂനെയിൽ നിന്നുമാണ് എത്തിക്കുന്നത്. സരിഗ ഹാർമോണിയം വർക്സ് എന്ന പേരിലാണ് ഹരികുമാറിൻ്റെ ഹാർമോണിയം നിർമ്മാണ സംരംഭം പ്രവർത്തിക്കുന്നത്. വളരെ ക്ഷമയുള്ളവർക്ക് മാത്രമേ ഹാർമോണിയം നിർമ്മാണം സാധ്യമാകൂ. ലാഭം പ്രതീക്ഷിക്കാതെയാണ് ഹാർമോണിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ഹരികുമാർ പറയുന്നു. ഇതുവരെ ഒരു ബിസിനസ്സായിട്ട് കണ്ടിട്ടില്ല. ഇത് ഉള്ള ആളുകൾ, പല ആളുകൾ റിപ്പയർ ചെയ്യുന്നതിനൊക്കെ ഇപ്പോഴത്തെ കാലത്ത് വലിയ തുകയാകും, വലിയ അതിൻ്റെ ഒരു തുകയാകും. ഇപ്പം ചില ആളുകളെ സംബന്ധിച്ചൊക്കെ തന്നെ അത്രയും പൈസ മുടക്കി നന്നാക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷിയില്ല. പക്ഷെ അവരോടുള്ള കലയോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ പലർക്കും ഇതുപോലെ ചെയ്ത് തുച്ഛമായ പൈസയ്ക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പല പ്രഗത്ഭ സംഗീത സംവിധായകരും ഇതിലൂടെ ഹൃദയസ്പർശിയായ പാട്ടുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ശ്രുതിപ്പെട്ടിയുടെ വരവോടെ ഹാർമോണിയം വിസ്മരിക്കപ്പെടുന്നു എന്നും ഹരികുമാർ അഭിപ്രായപ്പെടുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപത്തിന് ഭക്തി നിർഭരമായ തുടക്കം. മുറജപത്തോടനുബന്ധിച്ച് ജനുവരി 10 വരെ വന്ദേ പത്മനാഭം എന്ന പേരിൽ കലാപരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. തെന്നിന്ത്യൻ സിനിമാ താരം റാണ ദഗുപതി കലാപരിപാടി ആദ്യ ദിനം ഉദ്ഘാടനം ചെയ്തു. ആദ്യ ദിനമായ ഇന്നലെ 300 സ്ത്രീകൾ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും അരങ്ങേറി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപത്തിനാണ് ഇന്ന് തുടക്കമായത്. 7 മുറകളായി 56 ദിവസമാണ് മുറജപം. രാവിലെ 6:30 മുതൽ 11 വരെയാണ് വേദജപം. മുറജപത്തിനൊപ്പം പത്മതീർത്ഥക്കരയിൽ വൈകിട്ട് 6 മണി മുതൽ 7 മണി വരെ 48 ദിവസം ജലജപവും നടക്കും. 300ഓളം സ്ത്രീകൾ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും ശ്രദ്ധേയമായി. മുറജപ ദിനങ്ങളിൽ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്ന ഭക്തർക്ക് ഓൺലൈൻ ബുക്കിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2026 ജനുവരി 14 ലക്ഷദീപത്തോടു കൂടിയാണ് 56 ദിവസത്തെ മുറജപം പൂർണ്ണമാകുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ പെൺചീറ്റയായ മുഖി പ്രസവിച്ചു. മധ്യപ്രദേശിലെ കുനോ നാഷണൽ പാർക്കിൽ വെച്ചാണ് മുഖി 5 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്. മുഖ്യമന്ത്രി മോഹൻ യാദവാണ് സന്തോഷ വാർത്ത പുറത്തുവിട്ടത്. ഇന്ത്യയുടെ ചീറ്റ പുനരുദ്ധാരണ പദ്ധതിയായ പ്രൊജക്ട് ചീറ്റയുടെ വലിയ വിജയമാണിതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യയിൽ ജനിക്കുകയും ഇവിടെ വെച്ച് വിജയകരമായി ബ്രീഡിംഗ് നടത്തുകയും ചെയ്യുന്ന ആദ്യത്തെ പെൺചീറ്റയാണ് 33 മാസം പ്രായമുള്ള മുഖി. 70 വർഷങ്ങൾക്ക് മുൻപ് രാജ്യത്ത് വംശനാശം സംഭവിച്ച ചീറ്റകളെ 2022 സെപ്റ്റംബർ 17 ഇന്ത്യയിൽ വീണ്ടും എത്തിച്ചത്. ചീറ്റകളെ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ സംഭവമായിരുന്നു അത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമീബിയയിൽ നിന്ന് കൊണ്ടുവന്ന 8 ചീറ്റകളെ കുനോ നാഷണൽ പാർക്കിൽ തുറന്നുവിടുകയായിരുന്നു. ഗോവയിൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായുള്ള വേവ്സ് ഫിലിം ബസാറിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വന്ദേ മാതരം ആലപിച്ച് ദക്ഷിണ കൊറിയൻ മന്ത്രി. മുഖ്യാതിഥിയായി എത്തിയ കൊറിയൻ ദേശീയ അസംബ്ലി അംഗം ജെവോൺ കിം ആണ് വന്ദേ മാതരം ആലപിച്ചത്. നിറഞ്ഞ കയ്യടിയോടെയാണ് സദസ്സിലുള്ളവർ ഇത് സ്വീകരിച്ചത്.
ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റ് നാളെ നടക്കും. ഗുവാഹത്തിയിലാണ് മത്സരം. പരിക്കേറ്റ ശുഭ്മാൻ ഗില്ല് നാളെ കളിക്കില്ല. ഗില്ലിന് പകരം വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്താവും ഇന്ത്യയെ നയിക്കുക. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടന്ന ആദ്യ മത്സരത്തിനിടെയാണ് ഗില്ലിന് കഴുത്തിന് പരിക്കേറ്റത്. ആദ്യ ടെസ്റ്റിൽ 30 റൺസിന് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയോട് തോറ്റിരുന്നു. 2 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ഇതോടെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും.